പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലേ, ഒരു കേക്ക് തന്നെയാണ്. ന്യൂ ഇയർ സ്പെഷ്യൽ കേക്കാണ്. കുടുംബശ്രീക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു 20 പേർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ സ്ക്വയർ കേക്കാണ്. അപ്പോൾ കട്ട് ചെയ്യാൻ കുറേ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ എപ്പോഴും സ്ക്വയർ കേക്കായിരിക്കും നല്ലത്. അപ്പോൾ 2 കേക്കൊക്കെ ഏച്ച് കെട്ടി ഉണ്ടാക്കിയത് അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനുവേണ്ടി ഇവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 2 കിലോയ്ക്ക് മുകളിൽ വരുന്നതുകൊണ്ട് തന്നെയാണ് 2 കപ്പ് മൈദ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കരിപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. 1 കപ്പ ഉള്ളെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കുക. അളവ് കൂടുന്നതനുസരിച്ച് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. 2 ടീസ്പൂൺ ചേർത്തതിന് ശേഷം ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വനില സ്പോഞ്ചിന് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. ഇതിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡ. ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ 2-3 വട്ടം നമ്മൾ അരിച്ചെടുക്കുക. ഒരു പ്രാവശ്യം അരിച്ചാലും മതി. 2-3 വട്ടം അരിക്കണം നിർബന്ധമൊന്നുമില്ല. ഒത്തിരി സമയം നമ്മൾ വേസ്റ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു 3 വട്ടമൊക്കെ അരിക്കുവാണെങ്കിൽ കേക്ക് ഇച്ചിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും വരുന്നൊന്നുമില്ല കേട്ടോ. 1 വട്ടം അരിച്ചാലും 3 വട്ടം അരിച്ചാലും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ എടുക്കുന്നത് മുട്ടയാണ്. 8 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് ഉപ്പിടുമ്പോൾ ഒന്ന് മാറിക്കിട്ടും. അല്ലെങ്കിൽ ഒരു ഉളുമ്പ് മണം പോലത്തെ മണം എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ. അതിനുവേണ്ടി ഉപ്പൊക്കെ ഇച്ചിരി ഇട്ടിടുകയാണെങ്കിൽ നല്ല സ്മെല്ല്, അതിൻ്റെ ആ സ്മെല്ലില്ലാതെ ഇരിക്കും. വനില ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എസൻസ് ഒരു 1.5 ടേബിൾ സ്പൂൺ. ഇത് നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിലിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ 2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പഞ്ചസാരയുടെ പൗഡർ ഇതുപോലെ ഒരു 3 വട്ടമായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പം വീഡിയോയിൽ കുറച്ച് സ്പീഡ് കാണിക്കുന്നതേ ഉള്ളൂ, അത്ര സ്പീഡിലൊന്നും അല്ല ചെയ്യുന്നത്. ഇത് 2ാമത്തെ കപ്പിൽ ഉള്ളതാണ്. അത് ഇതുപോലെ 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം നന്നായിട്ട് മുട്ടയൊക്കെ നന്നായിട്ട് പൊന്തി വരുമ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. കേക്ക് എപ്പോഴും നല്ല സോഫ്റ്റ് ആണെങ്കിൽ മുട്ട എത്രമാത്രം നമ്മൾ ബീറ്റ് ചെയ്യുന്നത് അതിൻ്റെ അനുസരിച്ചായിരിക്കും കേക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും. ഇനി ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നിലിട്ടതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം ചെറുതായിട്ടൊന്ന് സ്പീഡ് കുറച്ച് കറക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പൊന്തി വന്ന മുട്ടയൊക്കെ അങ്ങ് താന്നു പോകും. ഇനി നമുക്ക് ഈ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നിച്ചിടരുത്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെച്ച് കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ പയ്യെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. കട്ടാതെ നമ്മൾ മിക്സാക്കി എടുക്കുക. കുത്തി കുഴയ്ക്കരുത്. അപ്പം കേക്കൊക്കെ താന്നു പോകും. അപ്പം ഹാർഡായി പോകും. ഇത് കുറേശ്ശെ ഇട്ട് നമുക്കിതുപോലെ പയ്യെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇവിടെയാണ് ഒത്തിരി ശ്രദ്ധിക്കേണ്ടതൊക്കെ കേട്ടോ. നമ്മളിങ്ങനെ കുത്തി കുഴയ്ക്കുമ്പോഴൊക്കെയാണ് കേക്കിന് മയമില്ലാതെ വരുന്നത്. അപ്പം ഇതിനകത്തേക്ക് ഒന്ന് ലൂസാകാൻ വേണ്ടി പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ളതോ അല്ലെങ്കിൽ ഒരു ഇളം ചൂടുള്ളതോ ആയ പാല് വേണം ചേർത്ത് കൊടുക്കാൻ. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ പാലൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അല്പം ലൂസായിട്ട് ഒരുപാട് ബാറ്റർ ടൈറ്റായിട്ടിരിക്കരുത്. പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ടൈറ്റായി പോകല്ലേ. അപ്പം ഇത് ഇച്ചിരി ലൂസായിട്ട് തന്നെയാണ് വേണ്ടത്. അപ്പം 3/4 കപ്പ് പാല് ഞാൻ മൊത്തത്തിൽ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിയിലേക്കൊക്കെ ഇച്ചിരി അങ്ങോട്ട് നമ്മുടെ ഈ ബാറ്റർ കൂടുതലുള്ളതുകൊണ്ട് ഇളക്ക് ശരിയായില്ല. അതുകൊണ്ടാണ് ഞാൻ ബീറ്റർ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ 2 ട്രേയിലേക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് 2ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വലുതും ചെറുതുമാണ് ട്രേ. അപ്പം ഇങ്ങനത്തെ ട്രേയൊക്കെ എൻ്റെ അടുത്തുള്ള ഒരേ ലെവലിലുള്ള ഇല്ലായിരുന്നു. അപ്പം ഈ ഒരു വലിയ ട്രേയിൽ 2 കിലോ ശരിക്കും വരത്തില്ല. 1.25 കിലോ കഷ്ടിയേ വരത്തുള്ളേ. അതുകൊണ്ട് 2ആയിട്ട് ഉണ്ടാക്കിയത്. ഇപ്പം കേക്കൊക്കെ നല്ല ഉണ്ടാക്കി വന്നിട്ടുണ്ട്. സ്പോഞ്ചായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല ഹൈ സ്പീഡിലിട്ട് തന്നെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ വരണം. ഇനി ഒരു 10 മിനിറ്റ് സമയത്ത് തന്നെ അടച്ചു വെക്കാം നമുക്ക് ഫ്രിഡ്ജിലേക്ക്. ആ സമയത്ത് ചോക്ലേറ്റ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് വൈറ്റ് ചോക്ലേറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊന്ന് കുഴഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഷുഗർ സിറപ്പിലേക്ക് അല്പം ചോക്ലേറ്റ് ഗനാഷൂടെ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിലിടണം നിർബന്ധമൊന്നുമില്ല. അല്ലാതെ ഡയറക്റ്റും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാതെ നമ്മുടെ ചോയ്സാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ക്വയർ കേക്ക് റൗണ്ട് കേക്ക് പോലെ അത്രയും അങ്ങോട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ഈ എഡ്ജൊക്കെ നല്ല ഷേപ്പിൽ വരണമെങ്കിൽ അങ്ങ് അത്ര കറക്കാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു റൗണ്ട് ആണെങ്കിൽ പെട്ടെന്ന് ഒരൊറ്റ കറക്കം വിട്ടാൽ മതി. ഇതാകുമ്പം ഒരു ഇച്ചിരി കൂടെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമ്മൾ ആദ്യമൊക്കെ ഇച്ചിരി ഷേപ്പ് ഇല്ലെങ്കിലും ഫൈനൽ വരുമ്പോഴത്തേനും കുഴപ്പമില്ലാതെ വരും. പിന്നെ വലിയ ഷേപ്പ് കാണുമ്പോൾ എല്ലാവർക്കും ഭംഗിയാണ് വേണ്ടത്. നമുക്ക് മെയിനായിട്ട് രുചിയും കൂടെ വേണം കേട്ടോ. എന്നാലേ കേക്കിന് നമുക്ക് കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റാണ്. ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ചെറിയ ട്രേയിൽ കേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് സൈഡിൽ കൂടെ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് അങ്ങനെ കഷ്ണമായിട്ടൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ക്രീമൊക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് അവസാനം ലാസ്റ്റ് മുറിക്കുമ്പോൾ അത് പീസായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എൻ്റെ ബേസൊക്കെ അല്പം 2 കിലോയുടെ ബേസാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഇച്ചിരി കൂടെ വലുതായി കഴിഞ്ഞപ്പം അറ്റപ്പറ്റ നിൽക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാം കൂടെ ഞാൻ അങ്ങനെ ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒന്ന് ഒപ്പിച്ച് വന്നിട്ടുണ്ട്. ക്രം കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഐസിങ് ചെയ്യുകയാണ്. ഐസിങ് ചെയ്യാനുള്ള ക്രീം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. എല്ലാം കൂടെ ആവശ്യത്തിനുള്ള ഡ്രം കോട്ടിനുള്ള പുറത്ത് വെച്ച് ഐസിങ്ങിനുള്ള എപ്പോഴും നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. ഐസിങ്ങിൻ്റെ സമയത്ത് എടുത്താൽ മതിയാകും. ഇപ്പോൾ ഇതിനകത്ത് കുണ്ടും കുഴികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും കേട്ടോ. നമ്മളതെല്ലാം ഇങ്ങനെ നിരത്തി കൊടുക്കണം. 4 കോർണർ പ്രത്യേകിച്ച് ചിലപ്പോൾ ഒക്കെ താന്ന് ഇങ്ങനെ കിടക്കും. അപ്പം നമ്മളത് ലെവലാക്കി കോർണറിൽ 4 സൈഡും ഇച്ചിരി കൂടുതൽ ക്രീം ഇട്ടിട്ട് നമുക്ക് ഇത് ലെവലാക്കി എടുക്കണം. ചിലപ്പോൾ നടു പൊന്തിയൊക്കെ വരും. അതെല്ലാം ലെവലാക്കി എടുക്കുക. ലെവലാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ഡിസൈനോട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലവറാണ്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഫ്ലവർ വരച്ച് കൊടുക്കുക. പിന്നെ ഫോണ്ടൻ്റ് വെച്ചിട്ടാണ് ഞാൻ പേര് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സിലിക്കോണിൻ്റെ മോൾഡൊക്കെ മേടിക്കാൻ കിട്ടി. ഞാൻ ആമസോണിൽ നിന്ന് വലിച്ചതായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ കലാബോധമൊന്നും എഴുതാനില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് എഴുതി വെച്ചതാണ്. അപ്പോൾ നല്ല കലാകാരന്മാർക്കൊക്കെ ആണെങ്കിൽ നല്ല സ്പീഡിൽ എഴുതുന്ന കാണാമല്ലേ ചോക്ലേറ്റ് വെച്ചിട്ട്. എനിക്കതുപോലെ ഒന്നും എഴുതാൻ അറിയത്തുമില്ല. അത്രയൊന്നും ഫിനിഷിങ് വരത്തില്ല. ചിലപ്പോൾ അതൊക്കെ പടർന്നു പോകും. അപ്പോൾ ആകെപ്പാടെ കുളമാകും. അതുകൊണ്ട് അതിലും പേര് ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ 2 കളറിലുള്ള പൂവൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് നമുക്കിതുപോലെ സൈഡിലും മുകളിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയും കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. അതിന് ശേഷം പിന്നെ ഞാൻ 2 ഇല കൂടെ അങ്ങ് ഒപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയുടെ ഇടയ്ക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു ഭംഗിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാണ്ട് നമുക്ക് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. കേക്കിന് ഭംഗിയാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ. എല്ലാവർക്കും കാണുമ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് കേക്കിൻ്റെ ഭംഗിയാണ്. അപ്പം ഭംഗിയോടൊപ്പം തന്നെ ടേസ്റ്റും കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കേക്ക് 20 പേർക്കുള്ള കേക്കാണ്. ഇച്ചിരി സ്ക്വയർ വലിയ പീസൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കെട്ടിയത്. അപ്പോൾ അവർക്ക് കഴിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല കേക്കാന്ന് പറഞ്ഞ് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല സോഫ്റ്റായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. എവിടെ നിന്നാണ് എങ്ങനെയാണ് പേര് എഴുതിയെന്നൊക്കെ ചോദിച്ചത്. പക്ഷേ എങ്കിൽ അനഹ കുടുംബശ്രീ എന്നുള്ളത് ഒരു ജി വിട്ടു പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.